എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ തമ്മിൽ കിടന്ന് വെറുതെ വഴക്കുണ്ടാക്കണ്ട. എന്റെ കൊച്ചു കൊച്ചു ജെൻസി ചെലവുകൾ നടത്താൻ അധികം വൈകാതെ ആര്യൻ വരും. ഇനി നിന്നെ ഇങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ആര്യൻ എന്നയാൾ എവിടെ ഉള്ളതെന്ന് ഈ നിമിഷം നീ എന്നോട് പറയണം. നിനക്ക് വേണ്ടി ഞാൻ പോയി അയാളുടെ വീട്ടുകാരോട് സംസാരിക്കാം. അതിന് ഇതുവരെ ഇവളയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. അതുകൊണ്ടാണല്ലോ ഇൻഷുറൻസ് ഏജന്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ തട്ടിപ്പും കൊണ്ട് നടക്കുന്നത്. ഓഹോ, അപ്പൊ നിങ്ങൾ എന്റെ രഹസ്യ നീക്കങ്ങളൊക്കെ കണ്ടുപിടിച്ചു അല്ലേ? എങ്കിൽ കേട്ടോ, ആര്യനും ഞാനും ക്ലോസ് ഫ്രണ്ട്സാ. ഓ, ആ അർജുന്റെ കൂടെ നടന്ന അവന്റെ തള്ളു സ്വഭാവം നിനക്കും കിട്ടിയോ? തള്ളല്ല, ആര്യനും ഞാനും തമ്മിൽ ക്ലോസ് ആണെന്ന് ഞാൻ തെളിയിക്കും. ഇനി എങ്ങനെ കണ്ടവന്മാരുടെ പിന്നാലെ ചുറ്റാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. നാളെ മുതൽ കോച്ചിങ്ങിന് പോയി അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ തിരിച്ചെത്തിക്കോണം. കോടീശ്വരനെ പ്രേമിക്കാനാന്ന് പറഞ്ഞേ നീ ആരുടെയെങ്കിലും പിന്നാലെ വായി നോക്കി നടക്കുന്ന എങ്ങാനും ഞാൻ അറിഞ്ഞ ആ നിമിഷം നിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എന്നെ ചതിക്കാൻ ശ്രമിച്ച നിങ്ങൾ ഇനി ഒരിക്കലും സ്വസ്ഥമായി ആരുടെയും കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഭാര്യയായ ഇവളുടെ കൂടെ പോലും. അടുത്ത തവണ നിങ്ങൾ വളയ്ക്കാൻ ശ്രമിക്കുന്നവളെ ഞാൻ ബ്ലോക്ക് ചെയ്യില്ല. പകരം നിങ്ങളുടെ മുറിക്ക് മുമ്പിൽ ഞാൻ മീഡിയ മുഴുവൻ എത്തിക്കും. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാ ചൈത്ര ബേട്ടി ഉള്ളത്? കോയി നഹി. ശാന്ത് ഹോക്കർ സോച്ചിയേ. ഒന്നാലോചിച്ച ആ ലക്കിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. പതിയുള്ളപ്പോ ആ പത്നി എന്തിന് നമ്മുടെ മിഥുൻ ബേട്ടയെ കാണാൻ തയ്യാറായി? പരപുരുഷന്മാരെ തേടുന്ന ഇത്തരം മഹിളകൾ ഈ സൊസൈറ്റിയുടെ ശാപമാണ്. ഇങ്ങനെയുള്ള ഒരുമ്പെട്ടളുമാരെയൊക്കെ ചാട്ട പറഞ്ഞടിക്കണം. എന്നിട്ട് നമ്മുടെ മിഥുൻ ബേട്ടയെ രക്ഷിക്കണം. മമ്മി